എല്ലാവരും കാന്താരയുടെ സെക്കൻഡ് പാർട്ട് ചാപ്റ്റർ 1 കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്നോട് ചോദിച്ച ആ അവസാനം വന്നൊരു CGI ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാത്രം ഒരു ചേർച്ച കുറവുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പൊളിയായിരുന്നു. ആ ബിഗ് പിക്ചറിൽ ഈ ഒരു സംഭവം മൊത്തം എടുത്ത് കൊണ്ടുപോയത് ഋഷഭ് ഷെട്ടിൻ്റെ കഴിവ് തന്നെയാണ്. ആ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓപ്പറേഷനും അതേപോലെ സ്പിരിച്വാലിറ്റിയും ആ കണക്ട് ചെയ്ത ഒരു വിധം. ഫസ്റ്റ് പാർട്ടിൽ ഓപ്പറസ് ചെയ്യാൻ പൊളിറ്റീഷ്യൻസും നാട്ടായ്മ പോലത്തെ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ അത് രാജാവാണ്, അത്രേ ഉള്ളൂ. അതിൽ കോമൺ ആയിട്ട് വരുന്നത് ആ ഒരു സ്പിരിച്വാലിറ്റി എലിമെന്റ് ആണ്. അടിപൊളി. അപ്പൊ നിക്ക് ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, ദിസ് ഇസ് നോട്ട് എ റിവ്യൂ, നമ്മുടെ റെക്കമെൻഡേഷൻ വീഡിയോ ആണ്. കാന്താര സെക്കൻഡ് പാർട്ട് കണ്ട് അതിൻ്റെ ഹാങ് ഓവറിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറച്ച് സിനിമകളും സീരീസുകളും തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തിരി പണി തന്നെയാണ് ഈ കാന്താര പോലെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് കുറച്ചെണ്ണം ഉണ്ട്, വീഡിയോ ഒന്ന് സേവ് ചെയ്ത് കിട്ടോ, ഇപ്പം അല്ലെങ്കിൽ ഭാവിയിൽ ആവശ്യം വരും. ഫസ്റ്റ് മൂവി 2017 ഇറങ്ങിയ ടൈഗേഴ്സ് ആർ നോട്ട് അഫ്രൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്സിക്കൻ സിനിമയാണ്. ആമസോൺ പ്രൈമിലുണ്ട്. ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിലാണ് സിനിമ. ഓപ്പറേഷനും അതേപോലെ സ്പിരിച്വാലിറ്റിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സിനിമയിലുണ്ട്. അടുത്തത് പാൻസ് ലാബറിന്ത് എന്ന് പറഞ്ഞിട്ട് 2006 ഇറങ്ങിയ ഒരു സ്പാനിഷ് മൂവിയാണ്. ഗിയർമോ ഡെൽ ടോറോനെ അറിയാലോ, ഒരുപാട് ഓസ്കാറൊക്കെ ഈ സിനിമയ്ക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, കുറേ ഓസ്കാർ. അപ്പോൾ അങ്ങനത്തെ വലിയൊരു ചങ്ങായാണ്, അയാളുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണത്. സ്പാനിഷ് ഫോക്ലോറിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എന്തായാലും കാണണം. ഇനി അടുത്തത് 2 കൊറിയൻ സിനിമയാണ്. ദ വെയിലിംഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. 2016 ഇറങ്ങിയ വെയിലിംഗ്. ഒരു സ്ഥലത്ത് കുറച്ച് മരണങ്ങൾ നടക്കുന്നു. വിചിത്രമായ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒരു പോലീസ് ഓഫീസർ വരുന്നു. സാധാരണ കേസല്ല അത്, ഒരു പോക്കാണ്. പിന്നെ അങ്ങോട്ട് എന്തായാലും കണ്ടിരിക്കണം, കണ്ടിട്ടില്ലെങ്കിൽ. അടുത്തത് 2024 ഇറങ്ങിയ എക്സ് ഹ്യൂമ എന്ന് പറഞ്ഞിട്ടുള്ള കൊറിയൻ സിനിമയാണ്. കൊറിയയിലെ ഏറ്റവും കളക്ഷൻ കിട്ടിയ സിനിമ 2024 ഈ സിനിമയാണ്. അവിടെ വൻ ഹിറ്റായിരുന്നു സിനിമ. ഇതുപോലെ ഒരു സാധാരണ ഒരു ഹൊറർ സിനിമ ആക്കാതെ അവരുടെ കുറച്ച് ഫോക്ലോറും കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു ഒരു വെറൈറ്റി ആക്കിയിട്ടുണ്ട്. അടുത്തത് ഒരു സീരീസാണ്. എനിക്ക് ആദ്യം ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഈ ഒരു സീരീസിനാണ് ഓർമ്മ വന്നത്. ചീഫ് ഓഫ് വാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പിൾ TV ജേസൺ മൊമോവയൊക്കെ അഭിനയിക്കുന്ന ഒരു സീരീസ് ഉണ്ട്. ഓപ്പറേഷൻ ആണ് ബേസിക്കലി അവർ കാണിക്കുന്നത്. ഹവായിയുടെ ഒരു സ്റ്റോറിയാണ്. ഹവായൻ ഈ ആൾക്കാരിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ യുദ്ധത്തിൻ്റെ കഥ പറയുന്ന ഒരു സ്റ്റോറിയാണ്. ആപ്പിൾ TV ആയതുകൊണ്ട് പ്രൊഡക്ഷനൊക്കെ വൻ സെറ്റപ്പിലാണ്. സമയമുണ്ടെങ്കിൽ സീരീസ് ഒന്ന് കണ്ടു നോക്കുക. അവസാനം ഇതെല്ലാവർക്കും അറിയാം, എന്നാലും ഇത് പറയാതെ പോയാൽ ശരിയാവില്ല. മിഡ്സോമർ എന്നുള്ള സിനിമയാണ്, കാണുക, വേറെ ഒന്നും പറയാനില്ല. നമുക്ക് പരിചയമില്ലാത്ത ഫോക്ലോറിൻ്റെ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന ഒരു സിനിമയാണിത്. അതുമാത്രമല്ല, സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇത് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്നെയൊക്കെ ഞെട്ടിച്ച് കളഞ്ഞൊരു സിനിമയാണിത്. ഇത് കണ്ട എല്ലാവരുടെയും റിയാക്ഷനും ഇങ്ങനെ തന്നെ ആയിരിക്കും. കാണുക. അപ്പോൾ ലിസ്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ സിനിമ ഇറങ്ങി കമൻറ്റ് ചെയ്യും.